എന്തു പറ്റി മഹേശ്വരി? എന്തിനാ കല്യാണിയോട് നിൽക്കാൻ പറഞ്ഞേ? കാര്യമുണ്ട്. എന്റെ ഒരു ചോദ്യത്തിന് മറുപടി തന്നിട്ട് കല്യാണി പോയാ മതി. ആ പറച്ചിലൊരു അധികാരമുണ്ടല്ലോ മഹേശ്വരി. എന്താ മഹേശ്വരിക്ക് അറിയാനുള്ളത്? അധികാരമല്ല, ഒരമ്മയുടെ ഉത്കണ്ഠ. കല്യാണിയോട് ഈ കാണിക്കുന്ന കെയറിന്റെ പകുതിയെങ്കിലും ഈ വീട്ടിൽ മരുമകളായി വരാൻ പോകുന്ന എന്റെ മോളോടുണ്ടോ എന്നൊരു സംശയം. മഹേശ്വരി എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാൻ എപ്പോഴാ അവളോട് കെയർ കാണിക്കാതിരുന്നേ? ദാ ഇപ്പൊ തന്നെ. ഞാൻ വന്നിട്ട് ഇത്ര നേരമായിട്ടും നന്ദന എന്താ വരാത്തതെന്നോ അവൾക്ക് എങ്ങനെയുണ്ടെന്നോ ഒരു വാക്ക് പോലും ഇവിടെ ആരും ചോദിച്ചില്ലല്ലോ. ചോദിച്ചോ? ശരി, അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ ഇങ്ങോട്ട് വരാൻ ഞാൻ നന്ദനെ വിളിച്ചപ്പോ അവൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഒരൊറ്റ ചോദ്യം. കല്യാണി തൃച്ചംബരത്തേക്ക് തിരിച്ചു വന്നാ വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കില്ലെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നിശ്ചയത്തിന് സംഭവിച്ചതുൾപ്പെടെയുള്ള അനർത്ഥങ്ങൾ ഇനിയും ആവർത്തിച്ച അവള് പിന്നെ ജീവിച്ചിരിക്കണോ അതോ തൂങ്ങി ചാവണോ? എന്റെ മോളോട് ഞാൻ എന്ത് മറുപടി പറയേണ്ടത്? നിങ്ങൾ പറയാൻ. ആന്റി എന്തൊക്കെയായി പറയുന്നേ? അരവിന്ദ് സ്വമനസാല നന്ദനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചതാ. പിന്നെ ഇങ്ങനെയൊക്കെ ചോദിച്ചാ? ആനന്ദേ, ഒരു മിനിറ്റ്. മഹേശ്വരി, വളച്ചുകിട്ട് വേണ്ട. നിന്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറയാം. അതെ അതെ, തുറന്നു തന്നെ പറയണം. ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അങ്ങോട്ട് നേരിട്ട് പറയേ. അല്ലാതെ ഇതൊരുമാതിരി മൂക്കി തൊടാനേ 4 വലത് ചുറ്റേണ്ട കാര്യമൊന്നുമില്ല. ശരി, തുറന്നു തന്നെ പറയുകയാണ്. കല്യാണി ഇനിയും ഇവിടെ തന്നെ തുടർന്ന വീണ്ടും പഴയതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അരവിന്ദന്റെ മനസ്സിളകി വീണ്ടും ഇവിടെ തേടി പോകില്ലെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? പ്രത്യേകിച്ചും എന്റെ മോള്. ആരും മുഷിയില്ലെങ്കിൽ ഞാനും ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞേക്കാം.